ഹലോ നമസ്കാരം. രഞ്ജിത്ത്. പെർസെപ്ച്വൽ മാപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? പലപ്പോഴും പെർസെപ്ച്വൽ മാപ്പിംഗ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ബ്രാൻഡുകളെ പെർസീവ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. അതായത് ഏതൊക്കെ ക്വാളിറ്റീസാണ്, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് കസ്റ്റമേഴ്സ് ആ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് മനസ്സിൽ കസ്റ്റമേഴ്സ് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ പെർസെപ്ച്വൽ മാപ്പിംഗ് ഉപയോഗിക്കുന്നത്. ശരിക്കും അപ്പോൾ നമ്മളുടെ പെർസെപ്ഷൻ വെച്ചുകൊണ്ട് ആക്ച്വലി ഒരു മാപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ വേണമെങ്കിൽ പല എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം, പല പെർസെപ്ഷൻസ് വെച്ചുകൊണ്ടുള്ള എലമെൻറ്റ്സ് കൊടുക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ബ്രാൻഡുകളെ മാപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാവുന്നതാണ്. ചില എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് കോള ഡ്രിങ്ക്സിനെ കുറിച്ച് ആലോചിക്കാം. കോള ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ സാധ്യതയുള്ളത് പെപ്സി, കൊക്കക്കോള ഒക്കെയാണ്. ചിലപ്പോൾ തംസപ്പ് ഒക്കെ വന്നേക്കാം. അപ്പം പെപ്സിക്കും കൊക്കക്കോളയ്ക്കും ഒക്കെ നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു ഫീലുണ്ട്, അതായത് ഹാപ്പിനെസ് ഒരു ഫീലാണ്. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. മിക്കവാറും പെപ്സിയും കൊക്കക്കോളയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ രണ്ടും ഉപയോഗിക്കും, മാറി മാറിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ലോയലായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ മാറി മാറി ഉപയോഗിക്കാൻ കാരണം എന്താണ്? രണ്ടിനും അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില വാല്യൂസ് ഉണ്ട്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം വരുമ്പോൾ, നമ്മളൊരു വെഡ്ഡിങ് സെറിമണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാർട്ടി ഒക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യും. അപ്പം ചിലപ്പം ലിക്കറിലൊക്കെ മിക്സ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും. അത് പെപ്സിയാണോ കൊക്കക്കോളയാണോ എന്നൊന്നും പലരും നോക്കാറില്ല. രണ്ടും മാറി മാറി യൂസ് ചെയ്യുന്നവരുണ്ട്. അതിന് കാരണം രണ്ടും നമുക്ക് ഹാപ്പിനെസ് തരുന്നു, ഒരു ഡൈനാമിക് ഫീൽ തരുന്നു, സ്പോർട്ടി ഫീൽ തരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പം ഈ രണ്ട് ബ്രാൻഡുകളെയും ഈ കാര്യങ്ങളിലൊക്കെ, സ്പോർട്ടിയാണ്, ഡൈനാമിക്കാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ, സ്വീറ്റാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ രണ്ടിനെയും വേർതിരിക്കുന്ന ചില വാല്യൂസും ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെ വാല്യൂസാണ് നമ്മളുടെ ബ്രാൻഡിനെ മറ്റൊരു ബ്രാൻഡിൽ നിന്ന് വേർതിരിക്കുന്നത്? കാരണം എന്നാലേ നമുക്കൊരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ. ആ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പെർസെപ്ച്വൽ മാപ്പിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. കൊക്കക്കോളയുടെയും പെപ്സിയുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ, കൊക്കക്കോള നമുക്കറിയാം കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങർ ലിക്വിഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം പെപ്സി കുറച്ചുകൂടി ലൈറ്ററാണ്, കുറച്ചുകൂടി സ്വീറ്റാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ചെറിയ ഒരു വ്യത്യാസം നമുക്കവിടെ അനുഭവപ്പെടുന്നത് കാണാം. മാത്രമല്ല കൊക്കക്കോള കുറേയും കൂടി ബോൾഡായിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ റെഡ് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുക. അതേസമയം പെപ്സി കുറച്ചുകൂടി ലൈറ്ററായിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പം കൊക്കക്കോള കൂടുതലും ഒരു മെയിലിഷ് ഫീലും മറ്റതൊരു ചെറിയൊരു ഫെമിനിൻ ഫീലും ഒക്കെ കൊടുക്കുന്നു എന്ന് നമുക്ക് തോന്നാം. അപ്പം ആ രീതിയിൽ അവിടെ ഒരു സെഗ്മെൻറ്റേഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക്നോളജി പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളുടെ കാര്യം എടുക്കുമ്പോൾ ആപ്പിൾ, അവരുടെ മാക്ബുക്ക്, അതുപോലെ ഡെൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരിക ഹൈ എൻഡ് ടെക്നോളജി, ഇന്നൊവേഷൻ, ഇതൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അതേസമയം നമ്മൾ എയ്സർ അല്ലെങ്കിൽ അസ്യൂസ് അങ്ങനെ പല ചെറിയ ബ്രാൻഡുകളുണ്ട്. നമ്മൾ പറയുമ്പോൾ തന്നെ ചെറിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ എഫോർഡബിലിറ്റി മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സിലേക്ക് ചിലപ്പോൾ വരിക ഇത്തരത്തിലുള്ള എയ്സർ പോലുള്ള ബ്രാൻഡുകളായിരിക്കും. പലപ്പോഴും എഫോർഡബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, കാറുകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ കാർ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഏഷ്യൻ കാർ ബ്രാൻഡുകളൊക്കെ എഫോർഡബിലിറ്റിയുടെ ഒരു പര്യായമാണ്. അതേസമയം ലക്ഷറിയുടെ പര്യായങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ പറയുക യൂറോപ്യൻ ബ്രാൻഡുകളെയാണ്. പെർട്ടിക്കുലർലി ജർമ്മൻ ബ്രാൻഡുകൾ, BMW ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, ഇത്തരം ബ്രാൻഡുകളെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒരു ലക്ഷറിയുടെ പര്യായമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ചില ജോഗ്രഫി അനുസരിച്ച് കൂടി നമ്മുടെ പെർസെപ്ഷൻസ് മാറുന്നുണ്ട്. അപ്പോൾ ആരാണ് കൊണ്ടുവരുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത്, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ച്, പാക്കേജിങ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ച് ആളുകളുടെ ബ്രാൻഡിനോടുള്ള പെർസെപ്ഷൻസ് മാറും. ബ്രാൻഡുകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ചില ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട്, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ലക്ഷൂറിയസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊരു ലക്ഷറി ബ്രാൻഡാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. ചില ബ്രാൻഡുകളെ നമുക്ക് എയർപോർട്ടിലോ അല്ലെങ്കിൽ വലിയ മോളുകളിലോ മാത്രമേ കാണാൻ സാധിക്കൂ. അതിന് കാരണം അവർ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിലേക്ക് തരുന്നുണ്ട്, വി ആർ ലക്ഷൂറിയസ്, നമ്മൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അവൈലബിൾ ആവുന്ന സാധനമാണ് എന്നുള്ളൊരു ഫീലിംഗ് തരാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ അപ്പാരൽ ബ്രാൻഡുകൾ ഉണ്ടാക്കുമ്പോഴും ഇപ്പം നമുക്കറിയാം ടാറ്റയുടെ സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡും റീറ്റെയിൽ ഔട്ട്ലെറ്റും എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവൈലബിലിറ്റിയും എഫോർഡബിലിറ്റിയും വളരെ കൃത്യമായി നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ടാറ്റയുടെ തന്നെ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്, റീറ്റെയിൽ ബ്രാൻഡാണ്. അവിടെ നമുക്ക് വലിയ തിരക്കൊന്നും കാണാൻ സാധിക്കില്ല, എങ്കിലും അവിടെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ വെസ്റ്റ് സൈഡിനെയും സുഡിയോയും ഒരേ രീതിയിൽ തന്നെ രണ്ട് തലങ്ങളിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ടാറ്റ ഈ അപ്പാരൽ മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ബ്രാൻഡും നിങ്ങളുടെ കോമ്പറ്റിറ്റർ ബ്രാൻഡുകളും വെച്ചുകൊണ്ട് കുറച്ച് ഫാക്ടേഴ്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു പെർസെപ്ച്വൽ മാപ്പിംഗ്
ഒന്ന് തയ്യാറാക്കി നോക്കൂ. എവിടെയാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉള്ളത്, ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, ആരാണ് നിങ്ങളെ വെറുക്കുന്നത്. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിങ്ങിൽ ഒരുപക്ഷെ ഈ പെർസെപ്ച്വൽ മാപ്പിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ കുറിച്ച്, നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിനെ കുറിച്ച് ആലോചിക്കുക. അതിൽ നിങ്ങൾ മാറി നിൽക്കുന്ന നിങ്ങളുടെ വ്യത്യസ്തമായ എലമെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അഥവാ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഫ്രീ ആയി തന്നെ ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു.